ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ നല്ലൊരു ഫെർട്ടിലൈസർ കൊടുക്കുകയാണ്. കുറേ ദിവസമായിട്ട് നമ്മൾ ജൈവവളം തന്നെയാണല്ലോ നമ്മൾ കൊടുക്കൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടാബ്ലറ്റോ ആൻറ്റിബയോട്ടിക്കോ അങ്ങനെയുള്ളതൊക്കെ മാത്രമല്ല കൊടുത്തൽ. നമ്മൾ ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുത്തിട്ട് കുറേ ദിവസമായിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മളെ പ്ലാന്റിന് ഒരു കെമിക്കൽ ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് കേട്ടോ. ഞാനിതിൻ്റെ മുകളിൽ വെച്ച പ്ലാന്റാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഇന്ന് കെമിക്കൽ ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. ഏതാണ് കൊടുക്കുന്നത് അറിയാം, നമ്മളെ NPKൻ്റെ 19 കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ജൈവവളം തന്നെ കൊടുക്കുമ്പോൾ നമ്മൾ സ്ലെറിയോ പിന്നെ ഈ ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് മാത്രമല്ല, ഗുണങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ NPKൻ്റെ 19 3 ഗുണങ്ങളും അടങ്ങിയതാണ്. എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നല്ലോ. വേരിനും വളർച്ചക്കും പൂക്കാനും എല്ലാത്തിനും ഏറ്റവും നല്ല ഫെർട്ടിലൈസറാണ് 19. അപ്പോൾ ഈ ഒരു 19 നമ്മൾ കൊടുത്തിട്ട് ഒരുപാട് ആയിക്കോണു. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്നത് 19 ഈ സ്പൂണിന് ഒരു 3 സ്പൂണാണ് ഈ 5 ലിറ്ററിൻ്റെ സ്പ്രേയർക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ മൊത്തം പ്ലാന്റിന് അത് കുറേശ്ശെ ഒന്നാണ് അടിച്ചു കൊടുക്കുക. ഇത് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇന്ന് ആദ്യം നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് എല്ലാ പ്ലാന്റും ഞാൻ നനച്ച് കൊടുക്കുന്നുണ്ട്. നനച്ച് കൊടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ ഫോളോ ചെയ്യുന്നവരൊക്കെ ഒന്ന് കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുക. നമ്മളെ കയ്യിൽ ഏതാ ഉള്ളത് വെച്ചെങ്കിൽ അത് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു 19 ഞാൻ അപ്പോൾ ഇതന്നെ വാങ്ങാറുള്ളൂ. ഇത് 3നുള്ള ഗുണം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം വാങ്ങുന്നത്. പിന്നെ വളർച്ചക്കും വേറെയുള്ളതിനൊക്കെ നമ്മൾ ചീമക്കൊന്നയും മുരിങ്ങൻ്റെ ഇലയും അങ്ങനെയുള്ള സംഗതികളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ ഈ ഒരു 19 കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ കമ്മിയാണ് കേട്ടോ. നല്ല വളർച്ച ഉണ്ട്. ഒക്കെ ആ വളർച്ച വന്നതൊക്കെ നിറയെ മുട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ പൂക്ക് വയ്ക്കാനും ഇപ്പോൾ മഞ്ഞുകാലമായാലോ, രാവിലെയൊക്കെ നല്ല മഞ്ഞാണല്ലോ. ഇപ്പോൾ ഇനിയിപ്പോൾ ഒക്കെ മുട്ട് വന്നതൊക്കെ പൂത്ത് നിന്നാൽ നല്ല ഭംഗിയേക്കാരം. വലിയ മുട്ടാണ് വരുന്നത്. ഒന്നും വെട്ടിയിട്ടില്ലെങ്കിൽ നിറയെ ഊന്തുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ. ആ ഊന്തുകൾ വെട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൂക്കൾ നിറയെ ഉണ്ടാവും. നിറച്ച് എപ്പോൾ നോക്കുമ്പോഴും നിറയെ പ്ലാന്റിലൊക്കെ നിറയെ ഊന്തുകളാണ്. ഊന്തിനെ ഇപ്പോൾ കൊല്ലാനും നമുക്ക് കഴിയൂലല്ലോ. പ്ലാന്റിൻ്റെ കൊമ്പുമ്മൽ ആ ദീമലൊക്കെ വന്നുകാണ്ടേ കറി ഊന്തി കിടക്കുക. അതുകൊണ്ട് ഒരൊറ്റ തല്ല് കൊടുക്കാനും കൂടിയും പറ്റൂല. നമ്മളെ പ്ലാന്റ് ചീത്തയായി പോവില്ലേ, അത് വിചാരിച്ചിട്ട് വലിയൊരു ഇടങ്ങേറുമാണ് ഇപ്പം അത്. എന്നാൽ തന്നെ കാണാം പൂവൊക്കെ ചിലപ്പോൾ ഒന്നായിട്ട് തണ്ടോടുക്കനെ ഒടിഞ്ഞു കിടക്കണം. അപ്പോൾ അത് ഇതിന്മേൽ കയറി കിടന്നിട്ടേ കാര്യം. പിന്നെ പ്ലാന്റിന് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറല്ലേ കൊടുക്കണം. പ്ലാന്റിന് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നനയ്ക്കണം കേട്ടോ. നനക്കാതിരിക്കാൻ പറ്റില്ല. ഫുള്ളായിട്ടും നനച്ചതിൻ്റെ ശേഷം മാത്രം കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ഇലൻ്റെ അടിയിലും മുകളിലും പിന്നെ അതിൻ്റെ വേരിനും ഒക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ പോട്ട് ചെയ്യണതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ നല്ല കൊമ്പൊക്കെ കൊത്തി ഉറപ്പിച്ച് പിന്നെ അതിൻ്റെ വേരും അതിൻ്റെ കടയൊക്കെ മേലെ വെച്ചിട്ട് വേണം പോട്ട് ചെയ്യാൻ. ഒരിക്കലും അതുപോലെ തന്നെ നമ്മളെ കരിൻ്റെ ഉള്ളിൽ കൊണ്ടേ താത്തി വെച്ചുകൊണ്ട് പോട്ട് ചെയ്യരുത് കേട്ടോ. പുതിയ കിക്കിക വരാനൊക്കെ ഭയങ്കര താമസമായിക്കാരം. പോട്ട് ചെയ്യണ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. എപ്പോഴും നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കട മുകളിൽ കരി ഇട്ടിട്ട് അതിൻ്റെ മേലെ ആ കട വെച്ചിട്ട് എന്തുണ്ടെങ്കിലും ഒരു കോല് കുത്തി കൊടുത്തിട്ട് കെട്ടി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ തൂക്കിയിടണ കൊട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആങ്കർ ഉണ്ടാവുമല്ലോ, ആങ്കർമ്മ പിടിച്ച് കെട്ടി കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. വേര് വന്ന് പിന്നെ കരിയൊക്കെ ഇറങ്ങിയതിൻ്റെ ശേഷം കോലൊക്കെ എടുത്തിട്ടാൽ മതി വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. പ്ലാന്റ് ഇളകരുത്, ഇളകി കഴിഞ്ഞാൽ വേര് വരില്ല. അപ്പോൾ റീപോർട്ട് ചെയ്യണതൊക്കെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണണം കേട്ടോ. പിന്നെ ഫെർട്ടിലൈസർ കൊടുക്കുക, കെമിക്കൽ കൊടുക്കുക, പിന്നെ മാസത്തിലൊരിക്കലും ഒരു കെമിക്കൽ കൊടുക്കുക. നമ്മളെ വീട്ടിലുള്ള ജൈവവളങ്ങൾ ഉള്ളിത്തൊണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സംഗതികളൊക്കെ കൊടുക്കുക. മാസത്തിലൊരിക്കൽ സാഫ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ പ്ലാന്റിന് ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ്. അതാണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നനച്ച് കൊടുത്തിട്ട് വേണം കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാൻ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറേ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് മോൾക്കൊന്നും അധികമൊന്നും ചെയ്യലില്ല.
ജൈവ സ്ലേറി കൊണ്ടുപോയിക്കാണ്ട് ആയിക്കൂടെ അങ്ങനെ പാർന്ന് കൊടുക്കലേ ഉള്ളൂ, മോൾക്ക് ഏറ്റണ്ടേ വെച്ചിട്ടോ. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ പിന്നെ എന്താ വെച്ചാൽ ആരെങ്കിലും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ഒന്ന് അമർത്തിക്കൊണ്ടുപോയേ, എന്നാൽ പെട്ടെന്ന് വരും, നോട്ടിഫിക്കേഷനായിട്ട് തന്നെ നിങ്ങൾക്ക് വരും കേട്ടോ. നമ്മളെ ഈ നമ്മൾ ഇത്രയും കാശൊക്കെ കൊടുത്ത് വാങ്ങുന്നതല്ലേ, അപ്പോൾ ഞാൻ വളർത്തുന്ന രൂപത്തിലൊക്കെ നിങ്ങൾക്കും വളർത്താലോ കേട്ടോ. കാണി ഒരു തണ്ട് വന്നേക്കൊണ്ട് നല്ല ഉഷാറായിട്ട് നല്ല വണ്ണമുള്ള തണ്ടാണ് കേട്ടോ. അത് ആ ആൻറ്റിലോപ്പ് മാതിരിയുള്ള അതിൻ്റെതാണ്. ഓക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും അഭിപ്രായം അറിയിക്കണം കേട്ടോ. ലൈക്കായിട്ടും കമൻ്റായിട്ടും ഒക്കെ അറിയിക്കേ. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.